അങ്ങനെ മൊത്തം 44 ചേറുകൾ. ഇത് ഈ പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. KV സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ 18 മുതൽ 20 വരെ പേജ് അതിൽ നിന്ന് എടുത്തതാണ്. ആർക്കെങ്കിലും സംശയം അവിടെ പോയി നോക്കാം. അതിന് മറ്റ് സോഴ്സസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഈ പുസ്തകത്തിന്റെ കയ്യിലുണ്ടല്ലോ. ഇതിലൊരു അക്കാഡമിക്കൽ നോട്ട് പോലും ഇതിലില്ല. ഒരൊറ്റ ഒന്ന് പോലും ഇവിടെയുള്ള എല്ലാ നാസ്തികരെയും വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കൊടുത്തു തരാൻ കഴിയുമോ? എന്നെങ്കിലും ചരിത്രത്തിൽ എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? വെല്ലുവിളിയാണ്. സാറ് പറഞ്ഞ 44 ആളുകളായിട്ട് മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ആ പുസ്തകത്തിലില്ല. അതിൽ പറഞ്ഞ കളവാണ്. സാറിന് എത്ര വലിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഞാൻ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് നാസ്തിക നുണക്കോട്ടകൾ ഇതാണ്. നാസ്തിക നുണക്കോട്ടകൾ. ഇനി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് സെയ്ദ് മുഹമ്മദ് ആനക്കത്തെ കുറിച്ച്. ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശവും അതാണ്. 2 കാര്യങ്ങളാണ് എനിക്കിവിടെ കാര്യമായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, സെയ്ദ് മുഹമ്മദ് ആനക്കയം എന്ന വ്യക്തിയുടെ മദിയത്ത് മൃതദേഹം പള്ളിയിൽ പുള്ളിലങ്ങാടി പള്ളിയിൽ അടക്കിയെക്കുറിച്ച്. വേറൊന്ന്, സെയ്ദ് മുഹമ്മദ് ആനക്കയം എന്ന വ്യക്തി മാത്രം പറഞ്ഞിരുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രയും നിന്ദ്യമായി ചിത്രീകരിച്ച ഒരു ആരോപണം വേറെ ഉണ്ടായിട്ടില്ല, വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മാത്രം പറഞ്ഞ നുണയാണ്. ആ നുണക്ക് മറുപടി പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ആ ബാധ്യതയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആണ് ഈ പരിപാടിയോട് സംഘടിപ്പിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ മഞ്ചേരി തിരഞ്ഞെടുത്തത്. എനിക്കിത് ഓൺലൈനിൽ പറയാമായിരുന്നു. ഈ ഞാൻ ആനക്കത്ത് വേദി ഉണ്ടാകുന്ന നോക്കി. ആനക്കത്തിന് സൗകര്യമുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് പിടിക്ക് വന്നത്. എന്തുകൊണ്ട് മരിക്കുന്നവർ കാത്തുന്നവരാ? അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് എനിക്ക്. കാരണം അദ്ദേഹം കെലിമ ചൊല്ലി മരിച്ചതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു മിതമായ രീതിയിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടുത്തം വിട്ട് പറിച്ചിൽ അറിയും. കാരണം അജ്ഞാതിര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേദിയിൽ ഇവിടെ കയറിയിരിക്കുന്നത്. എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കല്ല് വെച്ചെന്ന ലോകത്താദ്യമായും അവസാനമായും അയാളാണ് പറഞ്ഞത്. ലോകത്താദ്യമായും അവസാനമായും. അത് എനിക്ക് തുറന്നു പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നേ വരെ ചരിത്രത്തിൽ ആരും പറഞ്ഞില്ല. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം എന്നോടും ഈ നുണ പറഞ്ഞു. കാരണം നുണ പൊളിക്കാൻ ഒരു മാർഗം അദ്ദേഹം തന്നെ ഉണ്ടാക്കിച്ചതാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ നിലപാടുകളോ പ്രസിദ്ധീകരിക്കാൻ മെയിൻ സ്ട്രീം മാസികളൊന്നും തയ്യാറാകുന്നില്ല. രണരേഖയിലാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കൂടുതലായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ജന്മഭൂമിയാണ് അദ്ദേഹത്തിന് ഒരു വഴി തുറന്നു കൊടുക്കുന്നത്. അദ്ദേഹം ജന്മഭൂമിയിൽ ഒരു കോളമിസ്റ്റ് ആയിരുന്നു കുറേയേറെ കാലം. ഇവരെ യുക്തിവാദികളെ അതുപോലെ ഫാസിസ്റ്റുകളെ സാധനവും, കാരണം അത്രയും നിലവാരം കുറഞ്ഞ ലേഖനങ്ങളായിരുന്നു ഇദ്ദേഹം എഴുതിയിരുന്നത്. അതുകൊണ്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊന്നും വന്നില്ല. ഒരു മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും വന്നില്ല. കാരണം അത്രയും ചവറ് വിമർശനങ്ങളും ലേഖനങ്ങളും ആയിരുന്നു. ഓല് പബ്ലിഷ് ചെയ്ത് ഓല് ഇതാക്കി. കേസരി പിന്നെ എന്ത് കൊടുക്കും? ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചവറ് പറഞ്ഞാലും അവരെടുക്കും. അത് നേരത്തെ ജബ്ബാർ പറഞ്ഞാൽ തീട്ട കക്കൂസാണ് കൊടുത്തു കൊടുത്താലും ഓല് പബ്ലിഷ് ചെയ്ത് ഇസ്ലാമിനെ കുറിച്ചാണെങ്കിൽ. ഇനി കേട്ടോളി. സൽമ 16 ഉമ്മു റാഫിയ, 17 ഉമ്മു ഐമൻ, 18 ഉമൈമത്ത്, 19 ഖദറത്ത്. ഇനി അടുത്തതാണ് ശരീരദാനം ചെയ്തവർ, അതായത് വെപ്പാട്ടികളാക്കാതെ ബന്ധപ്പെട്ടവർ. അപ്പൊ 28ാമത്തെ ആള് അസ്മാ, പിന്നെ 29 ഉമ്മു ഷരീബി, പിന്നെ 30 ഖൗല. അങ്ങനെ മൊത്തം 44 ചേറുകൾ. ഇത് ഈ പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. KV സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ 18 മുതൽ 20 വരെ പേജ് അതിൽ നിന്ന് എടുത്തതാണ്. ആർക്കെങ്കിലും സംശയം അവിടെ പോയി നോക്കാം. അതിന് മറ്റ് സോഴ്സസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടോ? KV സെയ്ദ് മുഹമ്മദിന്റെ സന്മാർഗവും സാമൂഹ്യ നീതിയും. KV സെയ്ദ് മുഹമ്മദിന്റെ സന്മാർഗവും സാമൂഹ്യ നീതിയും 18-19 പേജുകളിൽ ഈ പുസ്തകം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് കിട്ടൂല എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റി. ഇത് പറയട്ടെ. കേരളത്തിൽ ഏറ്റവും നിരന്തരമായി ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പേരുകൾ നമുക്ക് പറയാറുണ്ട്. ഇല്ലേ? പിന്നെ ഇപ്പോഴും നമുക്ക് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള 2-3 പേരുകൾ വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആരിഫ് ഹുസൈൻ വളരെ ആക്റ്റീവായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ ജനറേഷൻ ആൾക്കാരാണ്. ഈ ആരിഫ് ഹുസൈൻ സർവത്തിന് എന്തൊക്കെ കൊടുത്തിട്ടതാണ് അത്രയും ബഹുമാനിച്ച് ഇടമറുക് കൊണ്ടിടുന്നതുകൊണ്ടാണ്. സനൽ ഇടമറുക് ഇത്രയും ബഹുമാനിച്ച് കൊണ്ടിടുന്നതുകൊണ്ട് ഈ ആരിഫ് ഹുസൈനെ ഞാൻ ഇവിടെ കൊടുത്തിട്ടത്. അല്ലെങ്കിൽ എനിക്കതിന് പറയേണ്ട ആവശ്യമില്ല. ഈ ആദിച്ച് അവർ പറയുന്നവരാണ് ഇപ്പോഴത്തെ നാസ്തിക പ്രാസംഗികന്മാരും എഴുത്തുകാരും ഒക്കെ. ഇത്രയും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വാരി തിന്നുന്ന ആളുകൾ. ഇതാണ് ഇടമറുകിൻ്റെ ഏറ്റവും വലിയ ഇസ്ലാം വിമർശകൻ. അയാൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. ഞാൻ അയാളോട് ചോദിച്ചതാണ്.
കെ.വി. സയ്യിദ് മുഹമ്മദ് ഒരു മുസ്ലിം പണ്ഡിതനാണെന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒരു വർഷങ്ങളോളം സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു പെണ്ണുണ്ട്. പെണ്ണിൻ്റെ പേരൊന്നും പറയില്ല. സൈക്കാട്രി ഒരു മാനസിക രോഗി ആയതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കുകയാണ്. പെണ്ണിൻ്റെ പേരും ആ വീഡിയോ ഒന്നും ഇവിടെ ഇട്ടില്ല. അവളും ഇത് കുറേ കാലം പറഞ്ഞുകൊണ്ട് കിടന്നു. ഇവിടെ തിരുവനന്തപുരത്തെ ഡോക്ടർ ചികിത്സയിൽ നടന്നതിൻ്റെ എല്ലാ രേഖയുണ്ട്. ചികിത്സിച്ചതിന് ഒരു മാനസിക രോഗിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അത്ര നിലവാരം കുറഞ്ഞ ആളുകളെ ഇങ്ങനെ പൊക്കി പറയുന്ന ഇതായതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഈ സയ്യിദ് മുഹമ്മദിൻ്റെ സാധനമാണിത്. ഇപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷം വന്ന പോസ്റ്റാണ്. ഇത് ഇപ്പോഴും നിരന്തരം ഷെയർ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്. ഇത് അന്ന് പറഞ്ഞു പോയി ഏതോ 84-ലോ 85-ലോ ഇത് പറഞ്ഞു പോയതല്ല. ഇന്നും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയേണ്ട ബാധ്യത ഉണ്ട്. ഇതിപ്പോൾ ഈ ഏപ്രിൽ 8-ാം തീയതി വന്നതാണ്. ഈ ഏപ്രില് 1 മാസം 4 ദിവസമായിട്ടുള്ളൂ. ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇത് 1-ഉം 2-ഉം വേദിയിലല്ല. അപ്പോൾ അത് പറയേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഇത് ലൈക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട അബ്ദുൽ അലിയാണ്. ആ ചവറുകളല്ല. ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അബ്ദുൽ അലി, നാസ്തിക സംഘടനയുടെ. അയാളാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് ഈ ചവറ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എവിടെയെങ്കിലും കിടക്കുന്ന സാധനത്തിനെ കുത്തി പൊക്കണമെന്ന് പറയുന്നത് അത് പണ്ട് പറഞ്ഞു പോയതല്ലെന്നല്ല. ഈ ഏപ്രിൽ 8-ന് പോലും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ, ഇന്നും ഷെയർ ചെയ്യപ്പെടുമ്പോൾ പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. എനിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് വല്ല തെളിവുണ്ടോ? അദ്ദേഹം തന്നെ പറയട്ടെ. ഇത് സയ്യിദ് മുഹമ്മദ് ആനക്കത്തിൻ്റെ പ്രൊഫൈലാണ് ഫേസ്ബുക്കിൽ. അദ്ദേഹം എൻ്റെ സുഹൃത്തൊന്നുമല്ല. ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തൊന്നുമില്ല. കണ്ടില്ലേ, ആയിട്ട് ഫ്രണ്ട് എന്നാണ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെസ്സഞ്ചറിൽ അദ്ദേഹം പലപ്പോഴും പല സാധനങ്ങളും അയച്ചിരുന്നുണ്ട്. അങ്ങനെ അയച്ചിരുന്ന സാധനമാണിത്. 30/5/21 എനിക്ക് അയച്ചെന്ന ഈ ചവറാണ് അയച്ചിരുന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, കാക്ക ഇതിന് എന്ത് തെളിവാണ് അങ്ങയുടെ പക്കലുള്ളത്? അതോ വിടലോ? തെളിവില്ല എങ്കിൽ ഇതെങ്ങനെയുടെ കളവാണെന്ന് ഉറപ്പിക്കട്ടെ. തൃശ്ശൂരിൽ നിന്ന് ആമിന ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക സമ്പൂർണ്ണ ചരിത്രം താരിഖുൽ ഇസ്ലാം കണ്ടിട്ടില്ലേ? സുന്നി നേതാക്കളുടെ കൈവശമുണ്ടാകും. ഇപ്പോൾ അത് മാർക്കറ്റിൽ കിട്ടില്ല. അതിലാണിത് വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു. മെസ്സഞ്ചറിൽ നീല ഞാൻ എഴുതിയതും ആ കറുപ്പ് അദ്ദേഹം എഴുതിയതുമാണ്. ഇനി നിങ്ങൾ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്ന യുക്തിവിചാരത്തിൽ ആമിന ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യം വായിച്ചിരുന്നു. അത് ഹിക്മത്ത് പബ്ലിക്കേഷൻ മേപ്പിയൂർ പോലെ ഉള്ള ബുക്ക് സ്റ്റാൾ ആവും. ആമിന ബുക്ക് സ്റ്റാൾ എന്നോ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഹിക്മത്തും ഇന്നില്ല. ഹിക്മത്താണ് ഈ സാധനം, ഈ ആറോല പ്രസിദ്ധീകരിച്ച സാധനം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച യുക്തിവിചാരത്തിൽ ഈ ആമിന ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യം വന്നിരുന്നു. നാസിക മാഗസിനിൽ എൻ്റെ അടുത്ത് വേണമെങ്കിൽ സാധനം ഉണ്ട്. ആമിന ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യം ഇതിൽ വന്നിട്ടോ. ഹിക്മത്ത് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തട്ടിക്കൂട്ട് പ്രസിദ്ധീകരണാലയാണ്. ഈ സാധനമല്ലോ ഇത് പ്രസിദ്ധീകരിച്ച അതാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ അയാൾ അതായിരുന്നു ആമിന ബുക്ക് സ്റ്റാൾ എന്നോ അടച്ചു പൂട്ടി തന്നെ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോയി. താരിഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ തുണയാണെന്ന് ആരാ പറഞ്ഞത്? സുന്നികൾ തൃശ്ശൂർ ആമിന ബുക്ക് സ്റ്റാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പറയാൻ സുന്നികൾക്ക് പറയാൻ കിട്ടുമോ? ഞാൻ ചോദിച്ചതെന്താണെന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇത് നുണയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങ് മനസ്സിലാക്കിയതല്ല ഞാൻ ചോദിച്ചത്. അങ്ങ് പറഞ്ഞ താരിഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിന് കർത്താവ് ആരാണെന്നാണ് ചോദിച്ചത്. അതിന് ഗ്രന്ഥകർത്താവ് എന്ന പേരിൽ ആളിലെ 12 കിതാബുകളെ അടിസ്ഥാനമാക്കി സുന്നികൾ തയ്യാറാക്കിയ ഗ്രന്ഥമാണ്. അവരുടെ പേരുകൾ അറിയുമോ? ആ ഗ്രന്ഥം മതേതരം കൊണ്ടുപോയിട്ട് 2 വർഷമായി. ഗ്രന്ഥകർത്താക്കളുടെ പേരുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല ഭായ്. അദ്ദേഹത്തിനോട് ചോദിച്ചു പറയുമോ? മതേതരം എന്ന് പറഞ്ഞൊരു പോട്ടെ, മതേതരനെ വിട്ട് ഞാൻ വിളിച്ചു നോക്കാം. ക്ഷമിക്കുക, പുസ്തകം ഈ സമയത്ത് എത്തിക്കുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് കോവിഡിൻ്റെ സമയത്തുണ്ടോ. പുറംചട്ടയും പുസ്തകത്തെക്കുറിച്ച് പറയുന്ന ആദ്യ പേജുകളുടെ ഫോട്ടോയും അയച്ചു തരാൻ ആവശ്യപ്പെട്ടാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് താങ്ക്സ്. ആ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ആ സാധനം അയച്ചെന്ന്. ആരേ? ഞാൻ പറയുന്നത് സയ്യിദ് മുഹമ്മദ് ആനക്കൻ സത്യസന്ധനാണ്. ഈ എഴുത്തിലുള്ള ചെറിയ പ്രശ്നം ഒഴിവാക്കി അയാൾ നല്ല മനുഷ്യനാണ്. എഴുത്തിൽ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി ഇല്ല, അക്കാഡമിക്കലില്ല. എന്തും എഴുതും. അതൊക്കെ പറയാൻ പോയാൽ കുറേ ഉണ്ട്, അതൊക്കെ പോണില്ല. വഷളത്തരങ്ങളൊക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെ എഴുതിയ സാധനങ്ങളുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ വായിക്കാൻ പറയാനും മെനക്കെടണ്ട. അത്രയും ശ്രദ്ധിക്കാതെ എഴുതുന്ന മനുഷ്യനാണ്, സാധുവാണ്. അതുകൊണ്ടാണ് എഴുതുന്നത്. നേരത്തെ ആരോ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് വെളിയില്ല, യാഥാർത്ഥ്യമുള്ളൂ. മുഹമ്മദിന് 41 ലംഘനങ്ങളെ കുറിച്ച് വിവരണം താരിഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലെ ഏതെല്ലാം പേജുകളിലാണ്. അപ്പോൾ 534 ഈ പേജ് 534 ഫോട്ടോ അയച്ചു തരുമ്പോൾ കുഞ്ഞാക്ക 534 പേജിൻ്റെ ഫോട്ടോ കൂടി അയച്ചു തരുമ്പോൾ എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നെ. മതേതരം വാട്സപ്പിൽ അയച്ചു തരുന്നതുകൊണ്ട് അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നെ. വാട്സപ്പിൽ അയച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ വയ്യ. കാരണം വാട്സാപ്പും ഫോണൊക്കെ പിന്നെ ഇതായിപ്പോയി. ചാറ്റ് ഇപ്പം കിട്ടൂലല്ലോ. ആ ഫോണിനെ ഒഴിവാക്കി പുതിയ ഫോണപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഇവിടെ ഇല്ല. വേറെ മുഹമ്മദിലേക്ക് പങ്കാളികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇതല്ലേ ആ പുസ്തകം. ആ പുസ്തകം ഞാൻ തപ്പിപ്പിടിച്ച് ഇതാണ് ആ പുസ്തകം, ആ ഫോട്ടോ കാണുന്നത്. അങ്ങനെ എഴുതിയ സന്മാർഗം സാമൂഹ്യനീതിയും എന്ന പുസ്തകം കയ്യിലുണ്ടോ? അപ്പോൾ പ്രതികരണമില്ല. അങ്ങനെ കുഞ്ഞാക്കാന്ന് വിളിച്ചുകൊണ്ടെന്ന് അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഏത്
ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് പറഞ്ഞത്. ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയാണ്. മുപ്പരടുത്തില്ല, എൻ്റെ അടുത്തുണ്ട്. അടുത്ത് സെയ്തുമോനാനൊക്കെ ഓതറെടുത്തില്ല, പക്ഷേ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ നമുക്ക് സംസാരിക്കണം അക്കാഡമിക്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റേ നേരത്തെ ജബ്ബാർ പറഞ്ഞ രേഖാമൂലേ വർത്തമാനം പറയാൻ പറ്റുള്ളൂ. ഇത് നേർരേഖ, വക്രരേഖ അല്ല, ഈ കൈരേഖയല്ല. ഞാൻ രേഖാമൂല സംസാരിക്കുന്നതാ. ആ ഹുസൈൻ്റെ കയ്യിലുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അങ്ങ് അയച്ച ഫോട്ടോ കിട്ടി നന്ദി. 69, 70, 532 എന്നീ പേജുകൾ വേറെ ഏതെങ്കിലും മുഹമ്മദിൻ്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അയാളൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേജുകൾ ഉമ്മാത്തുൽ മോമിനികൾ അങ്ങനെ പറഞ്ഞ പേജ് 69 ഖദീജ ബീവിയാണ്. അതായത് ഇപ്പോൾ ഞാൻ വിശദീകരിച്ച് വായിച്ചു പോകുന്നില്ല, കാരണം സമയം കുറേ എടുക്കും. ഇപ്പോൾ തന്നെ കുറേ നീണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ 19 മഹദികളെ കുറിച്ച് പറയുന്നുണ്ട് പേജ് 71. തിരുമേനിയുടെ വിവാഹബന്ധം മാത്രം ഉണ്ടാവുകയോ വിവാഹബന്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാവുകയോ ചെയ്ത 19 മഹദികളുടെ പേരുകൾ എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്. വിവാഹാലോചന മാത്രം നടക്കുകയോ വിവാഹകർമ്മം നടന്നിട്ട് വീട് കൂടാതിരിക്കുകയോ മഹർ കൂടാതെ വഴങ്ങുകയോ ചെയ്തിട്ടുള്ളവരാണ് ഈ 19 പേർ. ഇവരിൽ ആരെങ്കിലും തിരുമേനിയുടെ ശായിനികളായിരുന്നിട്ടുണ്ടെന്ന് ഖണ്ഡിതമായി പറയപ്പെട്ടിട്ടില്ല. പ്രവാചകൻ അവയിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന്, കിടക്ക പങ്കിട്ടില്ല എന്ന്. അതാണ് ഇയാൾ പറഞ്ഞിട്ട് ഈ കണക്കിൽ 44 കണക്കിൽ വരുന്നത്. ലൈംഗിക പങ്കാളികൾ എന്ന് പറഞ്ഞ സാധനം ആരിഫ് ഹുസൈൻ പറഞ്ഞു. ഇതൊക്കെ ഇതാണ്. എന്താ തെളിവ്? ആ പുസ്തകം പറഞ്ഞ അങ്ങനെ ബന്ധമില്ലാന്ന്. ആ പേരുകളാണ് പറഞ്ഞത്. പേരുകളിപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ വായിച്ച് കേട്ടതല്ലേ, ഞാൻ അതിക്ക് പോയിട്ട് നിങ്ങളുടെ ടൈം കൊല്ലണില്ല. ഈ തിരുമേനിയുടെ അടിമകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 അടിമകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അവരുടെ പേരുകളാണ് ഈ പറഞ്ഞത്. സൽമ, ഉമ്മു റാഫി, ഉമ്മു ഐമൻ, ഉമൈമത്ത്, ഖദ്റത്ത്, റദ്വ, റൈഹാനത്ത്, മാരിയത്ത്, കൈസർ, മൈമൂനത്ത്, ഉമ്മു റബ്നത്ത്, ഉമ്മു ഇയാഷി സാഹിബത്ത് എന്നീ മഹദികൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബസ്സികളായിരുന്നു. ഇവർ മാരിയത്ത്, റൈഹാന എന്നിവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി പത്നിമാരിൽ ഉൾപ്പെടുന്നു. മറ്റുള്ളവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി സ്വതന്ത്രകൾക്കപ്പെട്ടു. എന്ന് വെച്ചാൽ റസൂലിന് ഈ 14 അടിമകളുണ്ടെങ്കിൽ 2 ആളെ അദ്ദേഹം വിവാഹം ചെയ്തു, ബാക്കിയുള്ളവർ സ്വതന്ത്രരായി. അപ്പോൾ റസൂലിൻ്റെ അടിമകളില്ല ഇനി മരിക്കുന്ന സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ജീവൻ്റെ ജീവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ കുറിച്ചാണ് ഈ നുണകളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരായിട്ട് സെക്സിലി ബന്ധപ്പെട്ടിട്ടില്ല. അവരൊക്കെ സ്വതന്ത്രകളായി പോയി. പല സ്ത്രീകളും അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചൊരു മഹദിയാണ് നമ്മുടെ ഉമ്മ സഫിയ. അവിടെ വിവാദമാണല്ലോ. നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഉമ്മ സഫിയ. ബാക്കിയുള്ളവർ ആഗ്രഹിച്ചു. ഒരാളെ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ അത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടലല്ലോ. ഇതെന്താ വെച്ചാൽ ഈ പുസ്തകത്തിൽ 42 പേര് കണ്ട്. ഈ 42 പേര് കണ്ടപ്പോൾ മൂപ്പര് ഇതൊക്കെ ലൈംഗിക പങ്കാളിയാണ് കണക്കൂട്ടി. എന്നുവെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ ഇടമർക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊന്നും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എടുത്തില്ല. കാരണം ഈ ജാതി ആരെങ്കിലും ചവറുകൾ ആരെങ്കിലും എടുക്കുമോ? അങ്ങനെ കണ്ട് അതാണ് എഴുതി. അതാണ് പബ്ലിഷ് ചെയ്താലേ IAP ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിക്കേഷൻ. ആരാണത്? നമ്മുടെ മൂത്ത ഇടമറുകുണ്ടല്ലോ, ജോസഫ് ഇടമറുക്, അയാളത് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യണേ. മേപ്പട്ടും കീപ്പട്ടും അതിൻ്റെ അക്കാഡമിക്കൽ ഇതൊന്നും നോക്കണില്ല. ഇതിലൊരു അക്കാഡമിക്കൽ നോട്ട് പോലും ഇതിലില്ല. ഈ പുസ്തകത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഇതിലൊരു അക്കാഡമിക്കൽ നോട്ട് പോലും ഇതിലില്ല. ഒരൊറ്റ ഒന്ന് പോലും. ഇവിടെയുള്ള എല്ലാ നാസ്തികരെയും വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കൊടുത്തു തരാൻ കഴിയുമോ? എന്നെങ്കിലും ചരിത്രത്തിൽ എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? വെല്ലുവിളിയാണ്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. കഴിയില്ല, ഉറപ്പാട് പറയുന്നത്. പച്ച നുണ. അപ്പോഴാണ് നമ്മൾ ജബ്ബാർ പറഞ്ഞ പറയണ്ടേ, മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് തോന്നിയാസം പറയുന്നത് കക്കൂസ് കുഴി വാരി തിന്നതിന് തുല്യാണെന്ന്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പറയാതിരിക്കാൻ പറ്റില്ല, ഇതെന്റെ ബാധ്യതയാണ്. ഇയാൾ പറഞ്ഞതാണല്ലോ, ഞങ്ങൾ നേരിട്ട് സംസാരിച്ചതാണല്ലോ. ഇതാ കണ്ടോളൂ. സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിനും എന്നുള്ള പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ PDF സാർ എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിന് വേണ്ടി വന്നത്. സാറ് പറഞ്ഞത് 44 ആളുകളായിട്ട് മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അതിനുവേണ്ടി നമുക്ക് സാറ് പറയുന്ന ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിലില്ല. അല്ല, ഈ ആ പുസ്തകത്തിൽ തന്നെയാണ്
ആ പുസ്തകത്തില് അങ്ങനില്ല. ഈ അടിമകളുമായോ അല്ലെങ്കിൽ ഈ മറ്റു സ്ത്രീകളുമായോ പ്രവാചകൻ ബന്ധപ്പെട്ടിട്ടില്ല, ലൈംഗിക ബന്ധപ്പെട്ടില്ല. സാറിന് എന്നോട് പറഞ്ഞത് മുഹമ്മദ് നബി 44 സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അവിടെയാണ് പ്രശ്നം. മുഹമ്മദ് നബി 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. അവർ ബന്ധപ്പെട്ടിട്ടില്ല. ദാനം ചെയ്യുമ്പോ വേണ്ടെന്ന് സാറല്ലേ പുസ്തകം എഴുതി, ഞാനില്ലല്ലോ പറയേണ്ടത്. അതെല്ലാം പറയുന്നത്. ഞങ്ങള് 44 സ്ത്രീകളായിട്ട് മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ PDF യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദികൾ, നാസ്തികർ എന്ന് പറയുന്ന ആളുകൾ വളരെ വൃത്തിഹീനമായ രീതിയിൽ 1400 കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദിനെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബേസ് സാറാണ്. സാറിന്റെ കൃതിയിൽ വന്ന ബോധപൂർവം ചേർത്തതെന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അങ്ങയുടെ പഠനത്തിന്റെ ഭാഗമായി അങ്ങേക്ക് പറ്റിയൊരു അബദ്ധമായി അല്ല സർ. ഇപ്പൊ ഇവിടെ വീട്ടില് ഒരു പണിക്ക് വരുന്ന സ്ത്രീകളൊക്കെ ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഈ പുസ്തകത്തിൽ എഴുതിച്ചിട്ട് സാറ് മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ സൈദുമോദാനക്കാരത്തിന്റെ ലൈംഗിക പങ്കാളികളാണ് ഞാൻ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? അത് ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാക്കാം. നിങ്ങൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരു ചരിത്ര പുരുഷനെ പറ്റി മറ്റേ കളവ് പറയാം, വളരെ വ്യക്തമായി കളവ് പറയാം. അതിന് സാറ് ഉദ്ധരിച്ച പുസ്തകം ഞാനിവിടെ കൊടുക്കുന്നു. ആ പുസ്തകത്തിൽ സാറിന്റെ ഒരു ഡോക്യുമെന്റ് ഇല്ല, വെറുതെ പറഞ്ഞതാണ്. അപ്പൊ സാറിന്റെ പുസ്തകത്തിൽ 44 സ്ത്രീകളുമായി മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലൈംഗികമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞതിന് താരിഖുൽ ഇസ്ലാമാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു. ഈ താരിഖുൽ ഇസ്ലാം പരിപൂർണമായി പരിശോധിച്ച്, കാരണം ഞാനിത് 84 വായിച്ച പുസ്തകമാണ്. ഇപ്പോഴല്ല 84 പുസ്തകം വായിച്ചതെന്ന് മാത്രമല്ല, സാർ എനിക്ക് PDF അയച്ചെന്ന സമയത്ത് തന്നെ ഞാൻ ആ പുസ്തകം തപ്പിയെടുത്ത് വായിച്ചു പരിപൂർണമായി പരിശോധിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സാറിനോട് സംസാരിക്കാൻ വന്നത്. കാരണം ഇതൊരു കളവാണെന്ന് എനിക്ക് അന്നേ ബോധ്യമാണ്. മുഹമ്മദ് നബി 11 ഭാര്യമാരെ മറ്റു മാത്രമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, മുഹമ്മദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ അനുവാദമില്ലാത്തതോ ആയ സ്ത്രീകൾ മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഇങ്ങനെ സ്പർശിച്ചിട്ടുള്ളൂ. അവിടെയാണ് പോയത്. മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിലല്ല, ഞാൻ പറഞ്ഞ കൈ കൊണ്ട് അല്ലെങ്കിൽ ശരീരം സ്പർശിച്ചിട്ടുള്ളത് ഈ ഇത്രയും സ്ത്രീകളുള്ളൂ. മുഹമ്മദ് നബി കൈ കൊണ്ട് സ്പർശിച്ചത് പോലും ഒന്നുകിൽ മാറുന്ന ഇസ്ലാമിൽ പറയുന്നത് വിവാഹം കഴിക്കാൻ നിഷിദ്ധമായ സ്ത്രീകൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീകൾ. മുഹമ്മദ് നബി കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല. എന്നിട്ടാണ് ആ മനുഷ്യനെ കുറിച്ച് 44 സ്ത്രീകളെ കുറിച്ച് 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് നമ്മൾ ആരോപിക്കുന്നത്. അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ല. വളരെ സാറ് അതിനെ ഉദ്ധരിച്ച ഗ്രന്ഥത്തിൽ പറയുന്നു മുഹമ്മദ് നബി 19 സ്ത്രീകളിലേക്ക് ബന്ധപ്പെട്ടിട്ടില്ല. അടിമ സ്ത്രീകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ? ഉണ്ടായിക്കോട്ടെ, അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് നമ്മളിങ്ങനെ ആരോപിക്കുക. അതിനെന്താ നമ്മളടുത്ത് തെളിവുള്ളത്? ഒരു തെളിവില്ല. പിന്നെ അതങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും പറയാൻ ഒന്നുകിൽ സാറിനെ പറ്റി അദ്ദേഹത്തിന്റെ സാറിന്റെ അശ്രദ്ധ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? വലതു കൈ ഉടമയാക്കിയ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പിന്നെ അതിന് 30 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ എപ്പോ വേണമെങ്കിലും വിലക്കാരോ എന്തൊക്കെ സാറേ പറയുന്നത്? എന്റെ വാക്ക് ഉപയോഗിച്ചത് വെടിവെക്കാൻ തന്നെ ലൈംഗികബന്ധമല്ല സാർ ഉദ്ദേശിക്കുന്നത്. അല്ല, എന്നിട്ട് ഈ യോനിയിൽ നിങ്ങൾ കിടത്തുന്നില്ല വെടിവെക്കാന്ന് പറയുന്ന ഉദ്ദേശം, അല്ലാതെ മറ്റേ ശൃംഗാരത്തിനൊന്നുമല്ലല്ലോ. അപ്പോ സാറിത ഇത് ഡോക്യുമെന്റ് വായിക്കാം, അതിൽ പറഞ്ഞ കളവാണെന്ന് വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു. പിന്നെ വന്നത് അത് ആ പേജ് 18 മുതൽ 20 അതില് ഇതെങ്ങനെ 18 പേര് സാറിന്റെ പുസ്തകം അല്ലേ? അതാണ് ശരി. ഈ പിന്നെ സാമൂഹ്യ ഇസ്ലാമിൽ പേജ് ആ പേജാണ് സാറ് എനിക്ക് അയച്ചതാണ്. അത് ശരി. മറ്റേ അത് താരിഖുൽ ഇസ്ലാമിലില്ല ഈ പിന്നെ പേരുകളുണ്ടല്ലോ, അതിന് അത് പിന്നെ ആ പുസ്തകത്തിൽ വന്ന പേജ് കൊടുക്കാൻ പറഞ്ഞത്. അതില് ആ പേജ് ഇങ്ങനെ കൊടുത്തിരിക്കണം.
ആ പേജ്, ആ താരിഖുൽ ഇസ്ലാമിന്റെ പേജുകൾ ഇവിടെ കയ്യിലുണ്ട്. ഈ നമ്പർ ഇട്ട് ഇങ്ങനെ അതിലില്ല നമ്പർ ഇട്ട്. ഇവിടെ ഞാൻ എന്റെ കയ്യിൽ ധരിക്കണം സാറ്. വേറെ പേജിലുണ്ടാവുന്ന ഇല്ല, പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ പരിശോധിച്ച്. ഞാൻ 84 പേജ് പുസ്തകമല്ലേ. ഇപ്പൊ ഞാൻ സാറ് ഈ വിവരം തന്നതിന് ശേഷം ഞാൻ അതിനെ കുറിച്ച് പുസ്തകം വായിച്ച് പുസ്തകം പരിശോധിച്ചിട്ടാ പറയുന്നത്. സാറ് പറഞ്ഞ ഈ താരിഖുൽ ഇസ്ലാം പരിപൂർണ്ണമായിട്ട് ഞാൻ പരിശോധിച്ചിട്ടാ പറയുന്നത്. അങ്ങനെ ആ പുസ്തകത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ പിന്നെ എങ്ങനെ ഈ പേരൊക്കെ ആ സാറ് പറയണം. ഞാനങ്ങനെ പേരുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പേരുകൾ പറഞ്ഞു പോയത് മുഴുവൻ അത് ലൈംഗിക പങ്കാളികളാണെന്ന് സാറ് തെറ്റിദ്ധരിച്ച് കാണും. അല്ലെങ്കിൽ ബോധപൂർവ്വം എഴുതിക്കണം. അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചെറിയൊരു ഉദാഹരണം പറയാം. എത്രത്തോളം ശ്രദ്ധാപൂർവമാണ് നാസ്തിക പുസ്തകങ്ങൾ എഴുതുന്നതിനുള്ളിനെ. അല്ല, മലയാളത്തിലുള്ള ഒരു പുസ്തകമാണ് ഇതറിയാലോ, ഇതില് ഞാൻ 84-85 എനിക്ക് ആദ്യമായിട്ട് ഈ പുസ്തകം തന്നെ. 84-85 ഞാനിങ്ങനെ നോക്കി നോക്കിയിട്ട് പിന്നെ ഞാനൊരു പേജ് മാറിച്ചപ്പോൾ ആദ്യം തന്നെ വായിക്കുന്നത്. ഇതിന് പുറമെ മാരിയ, തുൽക്കിബിത്തിയ, റൈഹാന, സുലൈഖ തുടങ്ങി 4 വെള്ളാട്ടികൾ നടിക്കുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞു കേട്ടോ. മാരിയ, തുൽക്കിബിത്തിയ, റൈഹാന, സുലൈഖ ഇടമാർക്ക് എഴുതിയതാണ്. അത് മാരിയ ഒരാളും തുൽക്കിബിത്തിയ ഒരാളും. എത്രത്തോളം ശ്രദ്ധാപൂർവമാണ് നമ്മുടെ അതെന്ത് സാറ് നോക്ക്. മാരിയ, തുൽക്കിബിത്തിയ എന്നീ 4 മാത്രമല്ല, അങ്ങനെ പറ്റിയതാണെങ്കിൽ ഈ 4 പേരോട് പറയുന്നുണ്ടല്ലോ. ഇത്രയും അശ്രദ്ധയോടുകൂടിയാണ് ഇസ്ലാം വിമർശനത്തിന് ഇടപാടുകൾ വെച്ച്. പിന്നെ ഇടപാടുകാരോട് ഒരു ബുദ്ധിജീവിക്ക് അത്രയും പറ്റിയ സ്ഥിതിക്ക് സാറിന് എത്ര വലിയ വിഡിത്തം അപ്പൊ എന്നുവെച്ചാൽ ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചോ, ഇത് സാറിന് പറ്റിയൊരു അബദ്ധമാണെന്ന് ഞാൻ സാർ അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും അന്നത്തെ ആ ഈ സാമൂഹ്യ നീതിയല്ല ഇന്നുള്ളത്. നമുക്ക് വേറെ വിഷയമാണെങ്കിലും ഞാൻ ആ പുസ്തകം കയ്യിലത് പ്രശസ്തല. നമ്മളാ പുസ്തകമാണ് താരിഖുൽ ഇസ്ലാം. ഇതെവിടെയും കിട്ടൂല എന്നൊക്കെ കരുതിയിട്ടാണ് ഇപ്പതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ട് നടക്കുന്നത്. ഇപ്പത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് നാസ്തികർക്ക്. കാരണം ഇതെവിടെയും കിട്ടൂല, ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. കാരണം ഇത് 69 എഴുതിയ പുസ്തകമാണ്. 70 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 69 70 പബ്ലിഷ് ചെയ്ത സാധനം. അപ്പോൾ എത്രയായി? 54 കൊല്ലമായി ഈ സാധനം പബ്ലിഷ് ചെയ്തിട്ട്. ഇതിപ്പോൾ തിരഞ്ഞെടുത്താൽ കിട്ടൂലല്ലോ എന്നൊരു ധാരണയില്ല. എൻ്റെ അറിവിൽ 3 കോപ്പിയുണ്ട്. എൻ്റെ കയ്യിലൊരു കോപ്പിയുണ്ട്, അവിടെ സലീമിൻ്റെ കയ്യിലൊരു കോപ്പിയുണ്ട്, വേറെ സ്ഥലത്തൊരു കോപ്പിയുണ്ട്. ആ കിട്ടുന്ന സ്ഥലം ഞാൻ പറയില്ല. 3 കോപ്പി എൻ്റെ അറിവിലുണ്ട്. ഞാനിത് അത്യാവശ്യം മെനക്കിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയത്. കാരണം ഇത് ഇൻ്റർവ്യൂവിന് വൈകിയതിന്, ഈ പരിപാടിക്ക് വൈകിയതും ഈ പുസ്തകം കിട്ടാനുള്ള അന്വേഷണമാണ്. ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ പേരിൽ സെയ്ദ് മുഹമ്മദ് ആനക്കയം പറഞ്ഞത് പച്ച നുണയാണ്. ആ പച്ച നുണയാണ് ഇന്ന് നാസ്തികർ മുഴുവൻ പ്രചരിപ്പിച്ചു കൊണ്ട് നടക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഈ സനൽ അടമറുക് ഏറ്റവും വലിയ നാസ്തിക പ്രഭാഷകൻ എന്ന് പറഞ്ഞ ആരിഫ് ഹുസൈൻ അടക്കം ഇത് പറഞ്ഞു കൊടുക്കുന്നത് നടക്കാണ്. അയാളെ പറ്റി എനിക്ക് പറയുന്നത് ഒരു കൊച്ചു നാസ്തിക പൊട്ടൻ എന്ന് പറയാം. ആരിഫ് ഹുസൈനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഭാഷ വെച്ച് പറയുമ്പോൾ ഒരു കുഞ്ഞ് നാസ്തിക പൊട്ടത്തരം മാത്രമേ അയാൾ പറയുള്ളൂ. ഭാര്യ, മുസ്ലിം ഭാര്യ, അവളെ അവകാശം ചോദിച്ചത്, ഇസ്ലാമിക അവകാശം ചോദിച്ചത് നാസ്തികനായ പൊട്ടനാണ് അയാൾ. അവൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ, ഒരു മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവ് കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ളൊരു ഭാര്യ ചോദിച്ചതിന് നാസ്തികത്തിലേക്ക് ചേക്കേറിയ ഒരു പൊട്ടനാണ്. അയാളെ പറ്റി പറഞ്ഞിട്ടില്ല. അയാൾ പറയും ഞാൻ കളവ് പറഞ്ഞ് ജീവിക്കുന്ന പറയുന്നത്. അയാളെ യൂട്യൂബിൽ പറയുകയാണ് ഞാൻ കളവ് പറഞ്ഞ് എന്നെ പണം ഉണ്ടാക്കുന്ന. അങ്ങനത്തെ നുണയന്മാരാണ് ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ചുകൊണ്ട്. അതിന് കാരണം എന്താ പറയുക, 54 കൊല്ലം ഇല്ലേ, ഇതിപ്പോൾ നീ എവിടെയും കിട്ടൂല. അതാ പൊട്ടന്മാർ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മാരിയ എല്ലാവർക്കും അറിയാം. റസൂലിൻ്റെ ഒരു ഭാര്യൻ്റെ പേരാണ് അത്. മുഖൈസിസ് രാജാവ് സമ്മാനിച്ച ഭാര്യ അടിമ സ്ത്രീയായിരുന്നു മാരിയത്തുൽ ഖബിത്തിയ. നമ്മളെ ഉമ്മയാണ്, മാതൃഭൂമിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ.
ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മ, അവരെ കുറിച്ച് ഇടമറിവ് എഴുതിയത് ഞാൻ നേരത്തെ വായിച്ചില്ല. മാരിയ ഒരാള്, തുൽക്കി വിദ്യ വേറൊരാള്. അതിന് ഈ പുസ്തകം എഴുതാൻ സഹായിച്ചത് ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ അറിയപ്പെടുന്ന അബ്ദുൽ അലി കാപ്പാട്. കാപ്പാട് വലിയ ഉസ്താദിന്റെ മോൻ അബ്ദുൽ അലി കാപ്പാടാണ് ഇത് ചെക്ക് ചെയ്താണ്. എന്നിട്ട് അയാൾക്ക് പോലും ഈ കോമ കണ്ടില്ല, ഈ 4 ആളെന്ന് പറഞ്ഞു കണ്ടില്ല. ഇവരൊക്കെ ലെവലൊന്ന് ആലോചിക്കുക. ഇത് ഈ ചവറ് സാധനം തന്നെയാണ്. ഈ ചവറ് സാധനങ്ങൾ ഒരിക്കലും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എടുക്കില്ല. അതെടുക്കൽ കേസരിയൊക്കെ തന്നെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ യുദ്ധാരം, അല്ലെങ്കിൽ രണരേഖ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുള്ളൂ. ഒരു നല്ല പ്രസിദ്ധീകരണത്തിൽ വരില്ല. ഇനി നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകത്തിൽ തന്നെ എന്താ പറഞ്ഞെന്ന് നോക്കാലോ. ഈ പുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഈ പുസ്തകം എന്ത് പറഞ്ഞു എന്ന് പരിശോധിക്കണ്ടേ. ഒരു പ്രൊഡക്റ്റ് ഇപ്പതാ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഈ മൊബൈലിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കണം. ഈ വെള്ളക്കുപ്പി ഇരിക്കണേ, ഈ വെള്ളക്കുപ്പിയുടെ കണ്ടന്റിനെ കുറിച്ച് ഇവരാണ് ഇത് പറയേണ്ടത്. അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയേണ്ടത് ഈ പുസ്തകം തന്നെയാണ്. അത് കണ്ടോളൂ. ചരിത്രം എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവതരിപ്പിക്കണം, ചരിത്രകാരന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പ്രസ്തുത ചോദ്യങ്ങൾക്ക് ഉത്തരം പുറത്തു വരുന്നു. ചരിത്ര നിർമ്മാണത്തിൽ ഉപജ്ഞാതാവ് ഹെറോട്ടസ് മുതൽ ചരിത്രത്തിൻ്റെ അത്യാധുനിക വീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ വിൽഡ്രൂണ്ട് വരെ പരിധി നോക്കിയാലും ഏകാഭിപ്രായം ചരിത്ര നിർമ്മാണ കാര്യത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. വീക്ഷണത്തിൻ്റെ സൗന്ദര്യം അനുസരിച്ച് ചരിത്രം ആകർഷകമാകുന്നു. ഭിന്നൊരു രീതി പകർന്നു കൊടുക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ആത്മാവ് സത്യസന്ധതയിൽ ഉത്കൃഷ്ട സങ്കേതമായി നിലകൊള്ളണം എന്ന സിദ്ധാന്തം മുറുകെ പിടിക്കുന്നവർ വിരളമാണ്. യാഥാർത്ഥ്യക്കണമെന്നുള്ള ആ സിദ്ധാന്തം മുറുകെ പിടിക്കണമെങ്കിൽ ചരിത്ര വീക്ഷണത്തിലില്ലാന്ന്. എല്ലാ വിവരങ്ങളും വിജ്ഞാന വിക്ഷേപത്തിന് പൂർണ്ണമായി ലഭിച്ച ശേഷമേ ചരിത്രം എഴുതാവൂ എന്ന നിഗമനത്തെ ചെരത്തെ വയ്ക്കാതാവ ലിറ്റർ സ്ട്രാച്ച് അവഗണിച്ചിരിക്കുകയാണ്. പൂർണ്ണമായ വിവരം ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള സാവകാശം ജിജ്ഞാസുക്കളിൽ അടിച്ചേൽപ്പിക്കുന്നതിനോടുള്ള വൈമനസ്യത്തിൽ നിന്നാണ് താരിഖുൽ ഇസ്ലാം പോലെ ഏറെക്കുറെ ചരിത്ര ഗ്രന്ഥങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. പ്രസിദ്ധ ജർമ്മൻ ചരിത്രകാരൻ റാങ്കിയുടെ അഭിപ്രായം ശ്രദ്ധേയമാണ്. ദൃഷ്ടികൾ നഷ്ടപ്പെടുത്തിയാൽ ഒരു മൃഗത്തെ കൊണ്ടുള്ള പ്രയോജനം നഷ്ടപ്പെടുന്നു. അതുപോലെ സത്യദീക്ഷയില്ലാതെ ഏതെയും പ്രവണതയെ അനുയാനം ചെയ്തുകൊണ്ട് ചരിത്ര ഗവേഷണം നടത്തി ലഭിക്കുന്ന പ്രയോജനരഹിതമായ വെറും കഥ മാത്രമാണ്. പ്രയോജനരഹിതമായ വെറും കഥ മാത്രമാണ്. ഈ പ്രമാണം ഇതേൽ സൂക്ഷിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളും സങ്കല്പങ്ങളും ചരിത്ര പരിവേഷം അണിയിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാം. പക്ഷേ നിർഭാഗ്യവശാൽ ചരിത്രത്തിൽ ഇതിഹാസ തുല്യമായ പശ്ചാത്തലം നെയ്തൊരുക്കിയവരാണ് പഴയ തലമുറക്കാർ. ആധുനിക ചരിത്ര പണ്ഡിതന്മാർ പലരും ഏകകണ്ഠമായി പ്രശംസിക്കാത്ത അത്തരം പ്രവണതകളിൽ നിന്നാണ് താരിഖുൽ ഇസ്ലാം രൂപം കൊണ്ടിട്ടുള്ളത്. സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്നതുകൊണ്ട് രാഷ്ട്രഘടനയുടെ സാരിസിക നവോത്ഥാനത്തിന്റെ ചരിത്രം കൊണ്ട് ഉൾക്കൊള്ളപ്പെടുന്നതാണ് ഈ ഗ്രന്ഥമെന്ന് ധരിക്കരുത്. ഈ ചരിത്ര ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഡിസ്ക്ലൈമറാണ് ആരെ പബ്ലിഷറെ ആ പുസ്തകത്തിൽ തന്നെ ഉള്ള. ഇതാ നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം, എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്. പരിശോധിക്കാൻ തരുമൊന്നുമില്ല കേട്ടാ, ഇവിടെ വന്ന് പരിശോധിക്കാം. അവിടെ കൊണ്ടുപോയിക്കാണ്ട് പരിശോധിക്കാനൊന്നും തരില്ല, പിന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടില്ല. ഇതിലുള്ള ഈ വായിക്കണത് ഈ 44 സ്ത്രീകളുടെ ഇതൊക്കെ പറയുന്നത് എന്താണെങ്കിലും ഇതിലെ കണ്ടന്റ് ചരിത്രപരമല്ല, കഥയാണെന്ന് ആരാ പറഞ്ഞത്? ഈ പുസ്തകം. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയാസം പറയുന്നത്. എന്നിട്ട് ഇതാണ് ഈ ആധുനിക കാലത്ത് ഒരു പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. എത്രത്തോളം ദയനീയമാണ് ഇവരെ ഇത്. അപ്പോഴാണ് നമ്മൾ ഈ ജബ്ബാറിനെ ഞങ്ങൾ വിമർശിക്കുന്നതിനൊക്കെ ഞങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ട്. നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, നമ്മൾ ഉന്നയിച്ചു പോരുന്ന എല്ലാ വിമർശനങ്ങൾക്കും വളരെ കൃത്യമായ രേഖകളും പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട്, തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചു കൊണ്ടിട്ടുള്ളത്. രേഖ ഞങ്ങളുടെ കയ്യിലൊക്കെ രേഖ ഉണ്ട്. രേഖ എന്തൊരു കട്ടെന്ന് പറയുന്നത്. നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈംഗികമായി ബന്ധപ്പെട്ട മഹദികളാണ് കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നത്. ഇത് ചരിത്രരേഖയാണ്, ഹദീസ് ചരിത്രരേഖയാണ്. ഉസൂലുൽ ഹദീസിൽ നിദാന ശാസ്ത്രം പഠിച്ചാൽ, ഉസൂലുൽ ഹദീസ് പഠിച്ചാൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ ഔന്നിത്യം, അതിൻ്റെ പരിശോധനയുടെ ഔന്നിത്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ വാറോലകളല്ല. ഇതുപോലെയുള്ള
ഇതുപോലെയുള്ള വാറോലകളല്ല, നാസ്തികർ എഴുതുന്ന വാറോലകളല്ല ഇസ്ലാമിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ, പരിശുദ്ധ ഖുർആനും സ്വഹീഹ ഹദീസുകളുമാണ് ഇസ്ലാമിലെ പ്രമാണങ്ങൾ. അത് വെച്ചിട്ട് നിങ്ങൾ ചരിത്രം തെളിയിക്കും, ഇസ്ലാമിനെ വിമർശിക്കൂ. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി ഇസ്ലാമികമായി. ഇത് വാറോലകൾ എഴുതിയിട്ട് അതങ്ങോട്ട് പറയാം, എന്നിട്ട് അത് പോയി 82, 84 എഴുതിപ്പോയി അത് ഇപ്പോഴും ഇങ്ങനെ പ്രചരിപ്പിച്ച് കൊണ്ടുകൊടുക്കുക. അദ്ദേഹം തന്നെ പറയുക അത് അശ്രദ്ധയാണ്, നേരിട്ട് പറയുകയാണെന്ന് അശ്രദ്ധയാണ്. എന്നിട്ട് ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കിടക്കുക. എന്ത് നിങ്ങൾക്കൊക്കെ നല്ലതേ ജബ്ബാർ പറഞ്ഞ മാതിരി കക്കൂസ്മാലിനും തുന്നേനാണ്. ലോകത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവാൻ ഇടയില്ല. അത്രയും നികൃഷ്ടമായ രീതിയിൽ ആ മരണപ്പെട്ട മനുഷ്യനെ കുറിച്ച് ലോകത്ത് ആരും ഇന്നുവരെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ലാത്ത അത്രയും വൃത്തികേടുകൾ കുത്തി നിറച്ച ഒരു എന്താണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനം ഈ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കുകയും അത് ഒരുപാട് ആളുകൾ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഞാൻ നേരത്തെ കടിയ പുസ്തകം. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? റസൂലുള്ളാഹി ബംഗാളികളെ കുറിച്ച് പറയണം. 1 ഖദീജ, 2 സൗദ. ഞാൻ അത് മുഴുവനും കൂടി വായിച്ച് ചെയ്യാൻ സമയമൊന്നും കാണണില്ല. അവസാനം 20, 44 പറഞ്ഞിട്ട് ഇരുവിക്ക് വന്നു. ഏതാനും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എഴുതുകയാണ് 44 അല്ല 20 ഇനി നമുക്ക് ഇടമറുക്ക് പോകാം. 11 ഉള്ളൂ ഇടമറുകിനെ. കൂടാതെ ഇതിനു പുറമെ മാരിയ, തുൽക്കിബിത്തിയ, സൈഹാന, സുലൈഖ തുടങ്ങിയ 4 വെള്ളാട്ടികളും നബിക്കുണ്ടായിരുന്നു. ഇതിൽ ചില വിവാഹങ്ങൾ വളരെയേറെ പ്രത്യേകത ഉള്ളതാണ്. അതേതാ പുസ്തകം? ഇതാണ്. ഇടമറുകിന മുതലാണിത്, ഇടമറുകിന മുതലാണിത്. ഇവിടെ കയ്യിലുണ്ട്. ഞാനിത് പറഞ്ഞില്ലേ, ജബ്ബാർ പറയുന്ന രേഖയല്ല, ഒറിജിനൽ രേഖ വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത്. ജബ്ബാർ പറഞ്ഞ തീട്ടക്കക്കൂസല്ല. അയാൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല, ഞാൻ പറയല്ല കേട്ടോ. കറക്റ്റ് രേഖ വെച്ചാൽ അവിടെ സംസാരിക്കുന്നത് അക്കാദമിക്കലായിട്ട്. എനിക്ക് ഉറപ്പുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിപൂർണമായി 100 അല്ല 1000% ഉറപ്പ്. അങ്ങനെ ഇത് സ്വീകരിക്കും. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ തെളിയിക്കുക. വെല്ലുവിളിയായിട്ട് തന്നെ എടുത്തോളൂ. ഇനി നമുക്കൊന്ന് നാസ്തികരെ പരിശോധിക്കാം. അത് പരിശോധിക്കണല്ലോ. മതത്തിന്റെ പ്രകടനപരതയെ എതിർക്കുന്നത് കൊണ്ട് മതപരമായ ആചാരങ്ങളോട് നിഷേധാത്മകത കാണിക്കണമെന്ന് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു. വിവാഹം ഉദാഹരണമായി എടുക്കാതെ വിവാഹം ഏതു വിധത്തിലുള്ളായാലും മതപരമാണ്. മതപരമായ സാമൂഹ്യ സദാചാരം വളർന്നു വന്നപ്പോഴാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന് ഒരു ഉപാധി എന്ന നിലയിൽ വിവാഹ സമ്പ്രദായം ആവിഷ്കരിച്ചത്. ആദ്യകാല സമൂഹങ്ങളിൽ വിവാഹമില്ലായിരുന്നു. ആരാ പറയുന്നത്? ഏറ്റുമാനൂർ ഗോപാലൻ. ഈ ആനക്കെ സൈദ് മുഹമ്മദിലെ ഏറ്റുമാനെ അനുസ്മരിക്കേണ്ടവര് ഇതാണ്. ആ മുതല് എന്താ ഈ മുതൽ വെച്ചിട്ടാ സംസാരിക്കണേ. ഇനിയുണ്ട് കുറെ. ഞാൻ നേരത്തെ കോട്ടയ യുക്തിവിചാരമൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടില്ല. നേരത്തെ മോഷ്ടിക്കാൻ പറഞ്ഞല്ലോ, മദ്യപിക്കരുത് മോഷ്ടിക്കരുത് തന്നെ. അതും ഇതിലുള്ളത് യുക്തിവാദിയുടെ സാമൂഹ്യ വീക്ഷണം എങ്ങനെയാണോ വിവാഹം മതത്തിൻ്റെ ആണ്. അപ്പം ഞങ്ങൾക്ക് വിവാഹം വേണ്ട. ഈ യുക്തിവിചാരത്തിലെ ഇടമറുകിനെ കൊട്ടിയാണ്. ഇടമറുകിൻ്റെ ജീവചരിത്രത്തിന് ഞാൻ നേരത്തെ കലാനന്ദനോട് ചോദിച്ച ആ പുസ്തകം അതിൽ കൊട്ടിയാണ്. യുക്തിവിചാരത്തിലെ തന്നെ 2011 പേജ് 76. യുക്തിവാദി സംഘത്തിന്റെ അംഗങ്ങൾക്കിടയിൽ ലൈംഗിക നിയന്ത്രണങ്ങളൊന്നും പാടില്ല. ഭാര്യ ഭർത്താവ് തുടങ്ങിയ ഏർപ്പാടുകളൊന്നും വേണ്ടെന്ന് വെക്കണം. വിവാഹം കഴിക്കുന്നത് വരെ ലൈംഗികമൊന്നും പാടില്ലെന്ന് കുട്ടികൾക്ക് നിയന്ത്രണം വെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 44 ലൈംഗിക പങ്കാളികളായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ നുണക്കാര കഥയാണ് ഇപ്പം ഈ പറയുന്നത്. വിവാഹം തന്നെ വേണ്ടാന്ന്, വിവാഹം തന്നെ വേണ്ട, കാരണം കുട്ടികളൊക്കെ അങ്ങനെ ജീവിച്ചോട്ടെ. ഇതൊന്നും കണ്ടാളേ, നമ്മളെ പൊന്നാറ് യജപ്പാറുണ്ടല്ലോ, നമ്മളെ മുത്ത യജപ്പാറ്, അയാളെ ധാർമ്മിക വിപ്ലവമാണ് ഈ കാണുന്നത്. ധാർമ്മികതയുടെ മാത്രം പറയുന്ന യുക്തിയുഗം അതിൽ പറഞ്ഞതാണ്. ഞാൻ തിരഞ്ഞെടുക്കാൻ പണികൊണ്ട് കൊണ്ടുവരാമെന്നാണ്. കാരണം കുറേ കെട്ടല്ലേ, മാസികകളല്ലേ, അതുകൊണ്ടാണ് യുക്തികാരും ഇതൊന്നും കൊണ്ടുവരുന്നത്. പുസ്തകങ്ങൾ വെക്കണ മാതിരിയല്ല, അത് അട്ടിച്ചിക്കല്ല. അത് തിരഞ്ഞെടുക്കാൻ ഇടങ്ങാറാണ്. അതിന് വേണ്ടാതെ എഴുതിയിട്ടാണ്. ആവശ്യമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്തുള്ള ശുക്കൂറിൻ്റെ അടുത്തുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണിച്ചു തരാം. ചുരുങ്ങിയ സമയത്തിൽ പരമാവധി പങ്കാളികളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷന്റെ പരിണാമ ലക്ഷ്യം. അതിനാൽ ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ്.
ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ്. 2013 ഏപ്രിൽ പേജ് 50. ഇനി ഇതിന് ഡിസ്ക്ലൈമറൊക്കെ ഇറക്കിയിട്ട് ഞാൻ പറയാം. കാരണം സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ ഇതിപ്പോൾ സിഗരറ്റ് പാക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ശരിക്കാക്കാൻ വയ്യ കുട്ടികളെ. ഈ സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ ഇതാ ഈ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയാൽ അയാൾ ഡിസ്ക്ലൈമർ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഗതികേടോടെ എൻ്റെ വർഷം കൊണ്ടാട്ടാ ഈ സാധനം പുറത്തോട്ട് ഞാനാണ്. അപ്പോൾ അതിനൊരു ഡിസ്ക്ലൈമറൊക്കെ ഇറക്കിയിട്ടുണ്ട്. പോട്ടെ, എന്താ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഉണ്ടാളി ഫെഡറൽ കാസ്റ്റ് എത്രയാണ്? നമ്മൾ ശ്രീരാമനെ പറ്റി ഒരു കഥ പറയില്ല. 10,000 ഭാര്യമാരുണ്ടത്. ഇയാൾക്ക് 35,000 ഇനി ലൈംഗിക പങ്കാളികൾ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി. ഗൂഗിൾ ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന റിസൾട്ടാണിത്. ഇതിപ്പോൾ ഇനി പഴയ സ്റ്റോക്കൊന്നുമില്ല. ഇതിപ്പോൾ ഈ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്തതാണ്. ഇതാ ഫെഡറൽ കാസ്റ്റിൻ്റെ വേറൊന്ന്. ഇത് എക്കണോമിക്കൽ ടൈംസിൽ വന്നാ ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ എക്കണോമിക്കൽ മാഗസിനാണിത്. ഇതിൽ വന്നാണിത്. ഫെഡറൽ കാസ്റ്റ് ഓഫ് ബെഡഡ് 35,000 വുമൺ. ഞാൻ വെറുതെ പറയുന്നു, ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന സംഗതിയല്ല. ഞാൻ അടുത്തത് കണ്ടോളിങ്ങൾ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്വന്തം പിതാവിനാൽ ഗർഭിണിയായി പ്രസവിച്ചു. സംഭവം മലപ്പുറത്ത്. പിതാവിൻ്റെ ജീവപര്യന്തം തടവ്. കേസെടുക്കുകയാണ്. യുക്തിവാദി സംഘം ജില്ലാ നേതാവാണ് പ്രതി. നേരത്തെ ജബ്ബാറിൻ്റെ യുക്തിയുക്തം പറഞ്ഞത് പ്രായോഗികവൽക്കരിച്ച വാപ്പ. ഇനി നമുക്കൊരു വീഡിയോ കാണാം. ഏത് കളികളും ആസ്വദിക്കണമെങ്കിൽ ആ കളിയുടെ നിയമങ്ങൾ നന്നായി അറിഞ്ഞിരിക്കുകയും അതിൽ ആഴത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കളി ഏറ്റവും കൂടുതൽ രണ്ടുപേർക്കും മനോഹരമായി തീരുന്നത്. കളിയാട്ടം എന്നുള്ള പദം അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇങ്ങനെ 2 വാക്കുകൾ എല്ലാവർക്കും അറിയായിരിക്കും. കർലെ ഒരു കളി തരുമോ, ഒരു ഗളി പ്ലീസ് എന്നുള്ള വാക്കുകളൊക്കെ അറിയാത്തവര് ഉണ്ടാവാൻ വഴിയില്ല. മനു പ്രസാദ് ആലപ്പുഴ സ്വദേശിയായ സ്വതന്ത്ര ചിന്തകനും സംഘാടകനും പ്രഭാഷകനുമാണ് മനു പ്രസാദ്. എസൻസ് 2019 കളിയാട്ടം എന്ന പ്രസന്റേഷനുമായി നമുക്ക് മുന്നിലെത്തുന്നു മനു പ്രസാദ്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇൻസെസ്റ്റ് തെറ്റല്ലാന്ന്. അമ്മയും മകനും അച്ഛനും മകളും അവർ മ്യൂച്വൽ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുന്നത് തെറ്റല്ല, അവർ ചെയ്യട്ടെ എന്ന്. എവിടെയത്? 2019 കോഴിക്കോട് പറഞ്ഞതാ. 10,000 ആൾ പങ്കെടുത്തെന്ന് പറഞ്ഞത്. ആളുകളെ അയാളുടെ വരുമ്പോൾ ആ വണ്ണാത്തിപ്പുഴ എന്നുള്ള ആ സ്ത്രീ പറഞ്ഞ കേട്ടപ്പോൾ ആർത്ത് വിളിച്ചകൾ കേട്ടില്ലേ? എന്നിട്ട് ഇവരാ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ തോന്നിയാസം മറ്റാരുമല്ല, ഇവരാണ് ഈ പറയുന്നത്. എത്രയോളം വൃത്തിഹീനമാണ് ഇവര്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഇതൊക്കെയാണത്. സെയ്ദിൻ്റെ ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷിനുമായുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, ആയിഷയുടെ വിവാഹം, സഫിയ ബിൻത് സുഹയ്യയുമായുള്ള വിവാഹം, തോട്ടത്തിൽ വെച്ച് സ്ത്രീയുടെ നേരെ കൈ നീട്ടി അവർ അള്ളാഹുവിൽ പ്രശ്നം പിടിച്ചു. ഇതൊക്കെയാണ് സാധാരണ റസൂലിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ. ഇത് കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സ്ഥലത്തെ പറയുള്ളൂ. ഇപ്പം ഞാനിത് പറയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ പ്രസൻറ്റിന് 6:30 മണിയായി, ടൈം ഓവറായിട്ടല്ലേ. ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായി ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ വെറുതെ നാസ്തികത തള്ളണ പോലെ തള്ളല്ല, നുണയല്ല. ഒരാരോപണം പോലും, ആരോപണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇല്ലാത്ത കാര്യം ആരോപിക്കുക, അതല്ല. ഇത് വസ്തുതകളാണ് പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് ആർക്ക് നാസ്തികർക്ക് വേണമെങ്കിലും എടുക്കാം. എന്തേ, നല്ല കാര്യമല്ലേ? വെല്ലുവിളിയായിട്ട് എടുത്തോളി. ഈ നുണ പറഞ്ഞുകൊണ്ട് കിടക്കണം മനുഷ്യന്മാരെ പറ്റി. സങ്കടം ഉണ്ട് ഇങ്ങനെയൊക്കെ പറയണേല്. ഇതിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. എൻ്റെ നമ്പർ ഇവിടെ പറയാം: 94 95 18 33 32. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ID ഇവിടെ ടൈപ്പ് ചെയ്യുക, അലി ചെമ്മാടാണ് യൂസർ നെയിം. എൻ്റെ യൂട്യൂബ് ചാനലും അലി ചെമ്മാട് എന്നാണ്. വാട്സപ്പും 94 95 18 33 32 ഏവർക്കും വന്ന് എൻ്റെ അഭിപ്രായം പറയാം.
ഒരു പ്രശ്നവുമില്ല. തെറിയാണെങ്കിൽ തെറിയും പറഞ്ഞോളി, പക്ഷെ അത് വാട്സപ്പിൽ വരരുത് മാത്രം, പബ്ലിക്കായി പറഞ്ഞോളി. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. തെറി പറയണത് വാട്സപ്പ് പറയരുത്, പറയണ പബ്ലിക് സ്പേസ് പറയണം. എന്നാലും എല്ലാവർക്കും നിങ്ങൾ മനസ്സിലാവുള്ളൂ. അതിലിവിടെ അവസാനിക്കണം. എന്നെ കേട്ടതിന് നന്ദി. വാഹിർ ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.